الحمد لله رب العالمين والصلاة والسلام على المبعوث رحمة للعالمين نبينا محمد وعلى آله وصحبه أجمعين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. പ്രിയ സഹോദരി സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ ദ റിയൽ എക്സ്പീരിയൻസ് എന്ന ടോപ്പിക്കാണ് നമ്മളെ ആദ്യത്തെ സെഷൻ. 29ാം പ്രോഫ്കോൺ, അതിൻ്റെ 2ാം ദിനത്തിലാണ് നമ്മൾ ഒത്തുചേർന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഖുർആൻ എന്ന് കേൾക്കുമ്പോൾ പൊതുവെ നമ്മളെ മനസ്സിൽ എന്താണ് കിടന്ന് ചേരുക? കുറേ കുട്ടികൾ ഖുർആൻ മനഃപ്പാഠമാക്കുന്നു, ഹിഫ്ദ് കോളേജുകൾ, ഖുർആൻ പാരായണം, മത്സരങ്ങൾ. എന്നാൽ അതിനുപരി ഖുർആൻ അത് നമ്മളെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക എന്നുള്ള വിഷയം. ആയിഷ ബീവിനോട് ചോദിക്കപ്പെട്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? ഒറ്റ വാക്കിലായിരുന്നു ആയിഷ ബീവിയുടെ ഉത്തരം, കാന ഖുലുഖുഹു അൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആനായിരുന്നു. സഹോദരങ്ങൾ, അതിൻ്റെ അർത്ഥം എന്താണ്? ഖുർആൻ വെറും ഒരു പാരായണം ചെയ്യാനും അത് മനഃപ്പാഠമാക്കാനും മാത്രമാണോ? ശരിയാണ്, അത് പുണ്യം കിട്ടുന്ന കാര്യം തന്നെ. എന്നാൽ അത് ജീവിതത്തിൽ ഉൾക്കൊണ്ട്, അതിൻ്റെ പാഠങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് മനസ്സിലാക്കുക, നമ്മളെ ജീവിതം അതിനനുസരിച്ച് ചിട്ടപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറക്, ഇതൊരു ബറക്കത്തുള്ളതാണ്. അത് പാരായണം ചെയ്താലും മനഃപ്പാഠമാക്കിയാലും അതുകൊണ്ട് തന്നെ ഈ സെഷൻ, ഈ ഒരു 29ാം പ്രോഫ്കോൺ 2ാം ദിനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട്, ഖുർആൻ കൊണ്ടാണ്. നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് സൂറത്തുൽ ഫജ്റിലെ അവസാനത്തെ വചനങ്ങൾ 21ാമത്തെ ആയത്ത് മുതലാണ് നമ്മൾ ഇവിടെ ഓതി കേൾപ്പിക്കുന്നത്. എല്ലാവരും ഹൃദയം കൊണ്ട്, ചെവി കൊണ്ടും മനസ്സുകൊണ്ടും ഇതിൽ ശ്രദ്ധിക്കുക, ഇത് കേൾക്കുക. വഇദാ ഖുരിഅ അൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലക്കും തുർഹമൂൻ എന്ന് കൽപ്പനയാണ്. ഖുർആൻ ഓതുന്ന സമയത്ത് അത് കേട്ട് നിൽക്കുക, സംസാരിക്കാതിരിക്കുക എന്നുള്ളത് അതെന്താണ്? നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പം ആ കാര്യം ശ്രദ്ധിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. أعوذ بالله من الشيطان الرجيم. كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان
الإنسان يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്, തബാറക്കല്ലാഹ്. നല്ലൊരു പാരായണമാണ് നാം ശ്രമിച്ചത്. പ്രിയമുള്ളവരെ, ഈ ഓതിയ ആയത്തുകളിൽ അതുപോലെ ഖുർആനിലെ മറ്റു ആയത്തുകളിലൊക്കെ പൊതുവായി പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് കാര്യങ്ങൾ എന്നും ചേർത്തുകൊണ്ടാണ് സംസാരിക്കാറുള്ളത്. രണ്ട് കാര്യങ്ങൾ: ഒന്ന്, സ്വർഗത്തിനെ കുറിച്ച് താല്പര്യമുണ്ടാക്കി അതിലേക്കുള്ള വഴികളൊക്കെ പഠിപ്പിച്ചു തന്ന് അതിനൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിച്ചാലുള്ള അതിൻ്റെ അപകടവും നരകത്തിനെ കുറിച്ചുള്ള പരാമർശങ്ങളൊക്കെയാണ് എന്നും. ഈ രണ്ട് കാര്യങ്ങൾ ചേർത്ത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എന്നും സംസാരിക്കാറുള്ളത്. അതുപോലെ തന്നെയാണ് നാം ഇന്ന് ഓതി വെച്ച ഹദീസ്, ഇന്ന് ഓതി വെച്ച ആയത്ത്. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി കൊണ്ട് വിശദീകരിച്ചത് നാളെ പരലോകത്ത് മഹ്ശറിൽ സംഭവിക്കാൻ പോകുന്ന ഭയാനകരമായ പേടിപ്പിക്കുന്ന ചില സംഭവങ്ങളാണ്. അതിൽ ആദ്യമായി പറഞ്ഞത് കല്ല ഇദാ ദുഃഖത്തിൽ അർദു ദക്കൻ ദക്ക. ഭൂമി, ഇന്ന് നാം കാണുന്ന ഭൂമി മുഴുവനായിക്കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പൊടി പൊടിയായിക്കൊണ്ട് മാറ്റി തീർക്കുമെന്ന് അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ നമ്മൾ ഇന്ന് കാണുന്ന ഈ അലങ്കാരങ്ങളും ഈ എല്ലാ വസ്തുക്കളും അള്ളാഹു ഒന്നുമല്ലാത്ത അവസ്ഥയ്ക്ക് നാളെ പരലോകത്ത് അള്ളാഹു മാറ്റുമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ശേഷം അള്ളാഹു പറഞ്ഞു, വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫ. മലക്കുകൾ വരി വരിയായി കൊണ്ട് ഇറങ്ങി വരികയും അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ നമ്മളിലേക്ക് ഇറങ്ങി വരും വിചാരണം ചെയ്യാൻ വേണ്ടിയൊക്കെ. പ്രിയമുള്ളവരെ, ശേഷം അള്ളാഹു പറഞ്ഞു, വജീഅ യൗമഇദിൻ ബിജഹന്നം. നരകം അള്ളാഹു കൊണ്ടുവരും. കൊണ്ടുവന്നതിന് ശേഷം യൗമഇദിൻ യതദക്കറുൽ ഇൻസാൻ. ആ നരകം കണ്ണുകൊണ്ട് അവർ കാണും. എല്ലാ മനുഷ്യരും, മുഅ്മിനും കാഫിറുമായ എല്ലാ ജനങ്ങളും, മനുഷ്യരെല്ലാവരും ആ നരകം കാണുമ്പോൾ അന്ന് ദിവസം അവർ പറയും, അവരാഗ്രഹിക്കും, അവർ ചിന്തിക്കും, അവർ പറയും, യൗമഇദിൻ യതദക്കറുൽ ഇൻസാൻ. എന്നാൽ അള്ളാഹു പറയുന്നു, വഅന്നാ ലഹു ദിക്റ. ആ ഒരു ദിവസം ചിന്തിച്ചിട്ട് എന്ത് കാര്യമാണ് ലഭിക്കാനുള്ളത്? ഈ ദുന്യാവിൽ നമുക്ക് അവസരമുള്ള സമയത്ത് ചിന്തിച്ചാൽ അത് നമുക്ക് മാറ്റം വരുത്താൻ, നന്നാകുവാൻ നമുക്കുള്ളൊരവസരമുണ്ട്. എന്നാൽ പരലോകത്തെത്തി വിചാരണ സമയത്തെത്തിയാൽ പ്രിയമുള്ളവരെ, അന്ന് ചിന്തക്ക് ഒരു പ്രസക്തിയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد. പ്രിയമുള്ളവരെ, നരകം നേരിൽ കാണുമെന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലതറവുന്നഹ ഐനൽ യഖീൻ.
തീർച്ചയായും നിങ്ങൾ അത് നേരിൽ കാണും, നരകം നേരിൽ നമ്മൾ കണ്ടിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ആ സമയത്ത് യഖൂൽ, മനുഷ്യൻ പറയും, യാ ലൈതനി ഖദ്ദംതു ലിഹയാതി, എൻ്റെ യഥാർത്ഥ ജീവിതത്തിന് വേണ്ടി ഞാൻ നല്ല സൽക്കർമ്മങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് നല്ലതായിരുന്നു. ആ സമയത്ത്, നരകം കാണുന്ന സമയത്ത് ഈ രൂപത്തിൽ പറഞ്ഞത് കൊണ്ട് കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പം തന്നെ നമ്മൾ പഠിപ്പിക്കുന്നു. അങ്ങനെ ഒരു പറയുന്ന ഒരു ദിവസം വരും. അതിന് മുമ്പ് തന്നെ നമ്മൾ എന്താക്കണം? നമ്മളെ ജീവിതം ദീനീകരമായിട്ടുള്ള ജീവിതമായിരിക്കണം, ദീനിൻ്റെ ചിട്ടയിലായിരിക്കണം നമ്മളെ ജീവിതം ക്രമീകരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ള ആ മാർഗത്തിലായിരിക്കണം പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിക്കേണ്ടത്. യഖൂൽ യാ ലൈതനി ഖദ്ദംതു ലിഹയാതി, യഥാർത്ഥ ജീവിതം അഥവാ പരലോകം, നമ്മളെ സ്വർഗത്തിന് വേണ്ടിയിട്ട് ഈ ജീവിതത്തിൽ ഈ കൃഷി, ഇതൊരു ജീവിതം, ഈ കൃഷിയിടമാണ് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള, പരലോകത്തേക്ക് വേണ്ടിയിട്ടുള്ള, സ്വർഗത്തിന് വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ലോകത്ത് കഴിയുന്ന പരമാവധി ശ്രമിച്ചിട്ടില്ലെങ്കിൽ അന്ന് നമ്മൾ പറയും അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. അതുകൊണ്ട് ഒരു കാര്യം നമുക്ക് നേടാൻ സാധിക്കുകയില്ല. ഫയൗമഇദിൻ ലാ യുഅദ്ദിബു അദാബഹു അഹദ് വലാ യൂസിഖു വസാഖഹു അഹദ്. ആ ദിവസം അവന് ശിക്ഷയും അതുപോലെ തന്നെ ആ ശിക്ഷയിൽ നിന്ന് ആരും തന്നെ രക്ഷിക്കാൻ ഉണ്ടാവുകയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. എന്നാ പ്രിയമുള്ളവരെ, എല്ലാ തുടക്കത്തിനും ഒരു അവസാനമുള്ളത് പോലെ തന്നെ ഈ ഒരു ജീവിതത്തിൻ്റെ ഒരു പരീക്ഷണത്തിന് ഒരു അവസാനമുണ്ട്. അതിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ജീവിതത്തിൽ നല്ല നിലക്ക് ജീവിച്ച് നല്ല സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് ഹറാമുകളിൽ നിന്ന് മനഃപൂർവ്വം വിട്ടുനിന്ന് ജീവിക്കുന്നവരോട് അവരെ കുറിച്ച് പറയുന്നു, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അന്ന് നല്ലവരായ മനുഷ്യരോട് അള്ളാഹു പറയും, അള്ളാഹു തൃപ്തിപ്പെട്ടുകൊണ്ട് അള്ളാഹു സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ എന്ന് ആവശ്യപ്പെടുമ്പോൾ പ്രിയമുള്ളവരെ, അന്ന് നമ്മുടെ പരീക്ഷണം, ഈ ഒരു ലോകം, ഈ ഒരു ജീവിതം, ഈ ഒരു കഷ്ടപ്പാടുകളൊക്കെയും അവിടെ അവസാനിക്കാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, ആ ഒരു സ്വർഗത്തിന് വേണ്ടി നമുക്ക് പണിയെടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി എന്തും വിൽക്കുവാൻ, അതിനുവേണ്ടി എന്തും ഉപേക്ഷിക്കുവാൻ, എന്തു ചെയ്യുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് ഈ ജീവിതത്തിലുള്ളൂ എങ്കിൽ ആ ഒരു സ്വർഗത്തിന് വേണ്ടി നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു പ്രോഫ്കോണിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ മറ്റൊരു നല്ലൊരു മനുഷ്യനായിക്കൊണ്ട് അധികം കൂടുതൽ നന്മകൾ ചെയ്യണം എന്നൊരു മനസ്സോടെ നമുക്ക് പുറത്തിറങ്ങാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.